ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കോട്ടയാണ്. കോഴിക്കോട്ട എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ കഴിക്കാം, പിന്നെ ഈവനിങ്ങിൽ സ്നാക്സ് ആയിട്ട് കഴിക്കാം. അതിന് വേണ്ട സാധനങ്ങൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. പിന്നെ വേണ്ടത് ശർക്കര, ഞാനൊരു 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങ, ഞാനത് ഒരു അരമുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്കായും ജീരകവും കൂടെ 1/4 ടീസ്പൂൺ പൊടിച്ചെടുത്തിരിക്കുന്നതാണിത്. പിന്നെ നമുക്ക് വേണ്ടത് ചൂടുവെള്ളം, ഇത് തിളച്ച വെള്ളമാണ്, ഇത് ഉപ്പിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് തിളപ്പിച്ച വെള്ളമാണ്, അതിൻ്റെ അകത്ത് പാകത്തിന് ഉപ്പിട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കോഴിക്കോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ഇനി നമുക്ക് പൊടി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് ചൂടുവെള്ളം, തിളച്ച വെള്ളം അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പം നമ്മൾ പാകത്തിന് നോക്കി ഒഴിക്കണം, കാരണം വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, കാരണം ഇത് വറുത്ത അരിപ്പൊടിയാണ്. അപ്പോൾ അത് ഇരിക്കും തോറും വെള്ളം ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്യുക. ഇപ്പോൾ നല്ല ചൂടാണ്, കൈകൊണ്ട് ഇപ്പോൾ കുഴയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇത്തിരി വെള്ളം കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും അത് പ്രശ്നമില്ല. അതായത് വറുത്ത പൊടി ആയതുകൊണ്ട് അത് ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് നമ്മളിത് കൈകൊണ്ട് കുഴയ്ക്കുന്നത്. അപ്പോഴത്തേനും അത് കറക്റ്റ് ആയിക്കോളും. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് പാകത്തിന് വെള്ളം ഏകദേശം ഈ പരുവത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു അരമണിക്കൂർ നേരം നമ്മൾ മൂടി വയ്ക്കുക. അങ്ങനെ ഇപ്പോൾ കൈകൊണ്ട് നല്ലപോലെ കുഴച്ചാലേ അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. നമുക്ക് കോഴിക്കോട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ ആ തിളച്ച വെള്ളം കൊണ്ടുള്ള തിളച്ച വെള്ളത്തിൻ്റെയും പിന്നെ നമ്മൾ കുഴയ്ക്കുന്നതിൻ്റെയും അതൊക്കെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് നമുക്കിതൊരു അരമണിക്കൂറിനകത്തേക്ക് മൂടി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ശർക്കര ഇടുക. എന്നിട്ട് അതിലോട്ടൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതിനകത്ത് അഴുക്കും പൊടിയൊക്കെ ഉണ്ടല്ലോ, അപ്പം നമുക്കത് ഉരുക്കിയെടുക്കാം. ശർക്കര നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഞാനിത് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരയിലോട്ട് ഞാൻ തേങ്ങ ഇടുകയാണ്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്ന് ആവശ്യമുള്ളവർക്ക് മധുരം കൂടുതൽ ഇടാം കേട്ടോ. ഇവിടെ മധുരം കുറവ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മധുരം ഇടാറുള്ളൂ. പിന്നെ അതിൻ്റെ അകത്തോട്ട് ജീരകവും ഏലക്കായും കൂടെ പൊടിച്ച് വെച്ചാൽ അത് ആഡ് ചെയ്യുക. ഇതുണ്ടാക്കുമ്പം നമ്മൾ അധികം വെള്ളമില്ലാതെ വേണം, ഡ്രൈ ആയിട്ട് വേണം ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉരുട്ടുമ്പം അത് പൊട്ടിപ്പോകും, അതിൻ്റെ പുറത്തോടെ ലീക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. നല്ലപോലെ വഴറ്റണമെങ്കിൽ ഒരു നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് നെയ്യ് ആഡ് ചെയ്യാം. ആദ്യം പൊടി കുഴച്ച് നോക്കാം. ചൂടാറിയിട്ടുണ്ട്, പക്ഷെ എന്നാലും ചെറിയ ചൂടുണ്ട്. എന്നാലും ചൂടോടെ കുഴക്കണം, അപ്പോഴാണ് നല്ലപോലെ സോഫ്റ്റായി കിട്ടുള്ളത്. കുഴച്ച് വെച്ചിട്ടുണ്ട്. നോക്കി ഈ പരുവത്തിൽ വേണം നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അത് വേണം കുഴച്ച് വെക്കാൻ. നമുക്കിതിനെ ഓരോ ഉരുളകളാക്കി എടുക്കാം. ഓരോ ചെറിയ ഉരുളകളായിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ശർക്കര ഫില്ലിങ് വയ്ക്കാം. പിന്നെ ഇതേ രീതിയിൽ ഉരുളകളാക്കി എടുക്കാം. ഞാനൊരു അപ്പച്ചെമ്പിൽ ആവി കയറ്റാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓരോന്നായിട്ട്, വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം നമ്മൾ ഉരുട്ടി ഇതിൻ്റെ അകത്താക്കിയിട്ടുണ്ട്, പാത്രത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂടി വെച്ച് ഒരു അരമണിക്കൂർ ആദ്യം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം വെന്തോന്ന്. നമ്മൾ വെന്തോന്ന് നോക്കാനായിട്ടൊരു കോല് എന്തെങ്കിലും വെച്ചിങ്ങനെ കുത്തി നോക്കുമ്പം
അതിലൊന്നും പറ്റിയിട്ടില്ല എങ്കിൽ അതിൻ്റെ അകത്ത് അത് വെന്തു വന്നാൽ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അത്. അങ്ങനെ നമ്മുടെ കോഴിക്കോട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.